ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പൻ്റെ മഹത്വം ലോകമെമ്പാടും പ്രചരിക്കാൻ കാരണമായ മഹാഭക്തന്മാരിൽ ഒരാളാണ് ആഞ്ഞം മാധവൻ നമ്പൂതിരി. തിരുനാമാചാര്യൻ ആഞ്ഞം മാധവൻ നമ്പൂതിരി 1919 പട്ടാമ്പിക്കടുത്തുള്ള മരുതൂരിലെ ആഞ്ഞത്തുമനയിൽ മധുസൂദനൻ സോമയാജിപ്പാടിൻ്റെയും നങ്ങേലി അന്തർജനത്തിൻ്റെയും പുത്രനായിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം. നന്നേ ചെറുപ്പം മുതൽ കമ്മ്യൂണിസ്റ്റ് വിപ്ലവ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പ്രവർത്തിച്ചു പോന്നു. സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ വ്യാപൃതനായിരുന്ന ആഞ്ഞം തിരുമേനി താമസിയാതെ ഒരു രോഗിയായി മാറി. ചികിത്സകൾ ഒന്നും ഫലിക്കാതെ വന്നപ്പോഴാണ് മാതാപിതാക്കളുടെ നിർബന്ധത്തിന് വഴങ്ങി അദ്ദേഹം ഗുരുവായൂരപ്പനെ ശരണം പ്രാപിച്ചത്. ഈ കാലഘട്ടത്തിൽ ഗുരുവായൂരപ്പൻ്റെ മേൽശാന്തിയായിരുന്നു അദ്ദേഹത്തിൻ്റെ അമ്മാവനായ പാറമനയ്ക്കൽ ത്രിവിക്രമൻ നമ്പൂതിരി. അമ്മാവൻ്റെ ഉപദേശപ്രകാരം ഇദ്ദേഹം ബ്രാഹ്മമുഹൂർത്തത്തിൽ തന്നെ എഴുന്നേറ്റ് കുളിച്ച് ക്ഷേത്രത്തിൽ ആരാധനയ്ക്ക് എത്തിത്തുടങ്ങി. ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇദ്ദേഹത്തിൽ പല മാറ്റങ്ങളും കണ്ടു തുടങ്ങി. ഗുരുവായൂരപ്പൻ്റെ വാകച്ചാർത്തിലും തീർത്ഥത്തിലും ആടിയ എണ്ണയിലുമൊക്കെ ഔഷധമാണ് ഒളിഞ്ഞിരിക്കുന്നത് എന്നായിരുന്നു അദ്ദേഹം മുൻപ് ചോദിച്ചിരുന്നത്. അങ്ങനെ ചിന്തിച്ചിരുന്ന അദ്ദേഹത്തിന് തൻ്റെ ശരീരത്തിൽ വന്ന മാറ്റത്തിൽ അത്ഭുതമാണ് ഉളവായത്. അതോടുകൂടി ഗുരുവായൂരപ്പൻ്റേത് വെറുമൊരു വിഗ്രഹമല്ല എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. മാധവൻ നമ്പൂതിരി താമസിയാതെ ഗുരുവായൂരപ്പൻ്റെ ഒരു ഉത്തമ ഭക്തനായി മാറി. വിപ്ലവ ചിന്തകളെല്ലാം വിട്ടു ഭക്തരുടെ കൂട്ടത്തിൽ താൻ ഒരു എളിയവനാണ് എന്ന ബോധം ഉദിച്ചു. അതിനനുസരിച്ച് അനുഷ്ഠാനങ്ങളും ആരംഭിച്ചു. 1931 മാഞ്ചിറ മഠത്തിൽ മേയ്ക്കാട്ട് നീലകണ്ഠഗുരു സ്ഥിരതാമസമാക്കിയതോടെ മാധവൻ നമ്പൂതിരിയുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളാണ് സംഭവിച്ചത്. 1945 ഫെബ്രുവരി 24 ഗുരുവിൻ്റെ മരണം വരെ അദ്ദേഹത്തെ സേവിക്കുകയും ഗുരുവിൽ നിന്നും ദിവ്യമായ അനുഭവങ്ങൾ നേടിയെടുക്കുകയും ചെയ്തു. ഗുരുവിൽ നിന്നും ഇദ്ദേഹം സംസ്കൃത ഭാഷയിലും പ്രാവീണ്യം നേടിയിരുന്നു. ഭാഗവത പാരായണം, പ്രഭാഷണം, ഭാഗവത സപ്താഹം തുടങ്ങിയവയെല്ലാം ഇദ്ദേഹം സംഘടിപ്പിച്ചു. നാമജപത്തോടനുബന്ധിച്ച് ഭക്തജനങ്ങളിൽ ഈശ്വരവിശ്വാസം ഉറപ്പിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. ഭാരതത്തിലെ പ്രമുഖ പട്ടണങ്ങളിലും പുണ്യസ്ഥലങ്ങളിലുമെല്ലാം അദ്ദേഹം ഭാഗവത സപ്താഹം നടത്തി. നാരായണനാമത്തിൻ്റെയും ഗുരുവായൂരപ്പൻ്റെയും മഹത്വത്തെ അദ്ദേഹം എല്ലായിടവും പ്രചരിപ്പിച്ചു. 1961 ആരംഭിച്ച ഗുരുവായൂരപ്പൻ സങ്കീർത്തന ട്രസ്റ്റ് ഗുരുവായൂരപ്പൻ്റെ മാഹാത്മ്യങ്ങളെ പ്രചരിപ്പിക്കുന്നതിലും പുണ്യഗ്രന്ഥങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതിലും മഹത്തായ പ്രവർത്തനങ്ങളാണ് ചെയ്തു വന്നിരുന്നത്. 1974 കഠിനമായ രോഗബാധയെ തുടർന്ന് അദ്ദേഹത്തെ വിദഗ്ധ ചികിത്സയ്ക്കായി ചെന്നൈയിലേക്ക് കൊണ്ടുപോയി. ഡോക്ടർമാർക്ക് യാതൊരു പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല. ആ അവസ്ഥയിൽ പോലും ഗുരുവായൂരപ്പൻ്റെ ദിവ്യ അനുഗ്രഹം കൊണ്ട് അദ്ദേഹം 1976 ജൂൺ 6 പൂർണ്ണ ആരോഗ്യത്തോടുകൂടി ഗുരുവായൂരിൽ തിരിച്ചെത്തി. 1982 മെയ് 14 പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന വേണുഗോപാല വിഗ്രഹം ദൈവപ്രശ്ന വിധിയിലൂടെ നാരായണാലയത്തിന് കൈവന്നു. ആഞ്ഞം തിരുമേനിയുടെ താമസസ്ഥലമായിരുന്നു നാരായണാലയം. ഇന്നും ഗുരുവായൂരിൽ എത്തുന്ന ഭക്തജനങ്ങൾ ആഞ്ഞം തിരുമേനിയുടെ നാരായണാലയത്തിൽ എത്തുകയും പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന വേണുഗോപാല വിഗ്രഹം കണ്ടു വണങ്ങുകയും ചെയ്തു പോരുന്നു. 1988 മാർച്ച് 19 ആ പുണ്യാത്മാവ് ഭഗവാനിൽ വിലയം പ്രാപിച്ചു. ലളിത ജീവിതവും ആത്മാർത്ഥമായ ഭക്തിയും ചേർന്നാൽ എങ്ങനെയൊരു മഹാത്മാവാകാം എന്ന് ലോകത്തിന് കാണിച്ചു തന്നു ആഞ്ഞം തിരുമേനി. നാരായണനാമത്തിൻ്റെ അനന്ത സാധ്യതകൾ നമുക്ക് കാട്ടിത്തന്ന ആഞ്ഞം തിരുമേനിയുടെ സ്മരണകൾ എന്നും നമ്മുടെ മനസ്സിൽ ഒരു പ്രകാശമായി നിറഞ്ഞു നിൽക്കട്ടെ. ഹരേ കൃഷ്ണ. ഹരേ ഗുരുവായൂരപ്പ.